ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോം സീക്രറ്റ്സ്. എല്ലാവരും വിഷു ആഘോഷത്തിൻ്റെ തിരക്കിലായിരിക്കും അല്ലേ? വിഷു സ്പെഷ്യലായിട്ട് നമുക്കിന്നൊരു ഇളനീർ പായസം ഉണ്ടാക്കിയാലോ? ഇപ്പോൾ നല്ല ചൂടല്ലേ? ഈ ചൂടിൽ ടേസ്റ്റി ഹെൽത്തി ആയിട്ട് നല്ല തണുപ്പിച്ച് കഴിക്കാൻ പറ്റുന്നൊരു പായസം നമുക്ക് റെഡിയാക്കാം. ഇളനീർ പായസം. നമുക്കിതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. അപ്പം നമുക്ക് ചെയ്ത് നോക്കാം. പാല് തിളപ്പിക്കാം. പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒന്ന് കുറുക്കിയെടുക്കണം. പാല് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു 3/4 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. 1.5 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മധുരം കുറവാണ് തോന്നുന്നെങ്കിൽ 2 ടേബിൾ സ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. പായസമാകുമ്പം കുറച്ച് മധുരമല്ലേ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവുക. ഞാൻ കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ അളവ് കൂട്ടിയെടുത്താലും മതി. ഇത് നന്നായി ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. കുറച്ച് ടൈം നന്നായി ഇളക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ തീ ഒന്ന് അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഒക്കെ കൊടുത്താൽ പെട്ടെന്ന് തന്നെ പാല് റെഡിയായി കിട്ടും. ചെറുതായി ഒന്ന് പാലിൻ്റെ കളറൊക്കെ മാറി തുടങ്ങുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതാണ്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ് ചെയ്താൽ മതി. ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാക്കിയൊക്കെ ഇതിൽ ചെയ്യുന്ന പോലെ ചെയ്യാം. പാൽ ഏകദേശം നന്നായി കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, നിറമൊക്കെ മാറി. ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒന്ന് ചൂട് തണയാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോഴേക്കും നമുക്ക് ഇളനീര് റെഡിയാക്കി എടുക്കാം. ഇളനീർ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കാമ്പ് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായി അരച്ചെടുക്കണം. ഇനി അതിലേക്ക് കുറച്ച് ഇളനീര് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നേരത്തെ 3/4 ടിന്നാണല്ലോ കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തത്. അതിൻ്റെ ബാക്കിയുള്ള 1/4 ടിന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം ആ കാമ്പ് ഫില്ലാവുന്ന വിധത്തിൽ ഞാൻ ഇളനീർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് അരച്ചെടുത്തത്. നമ്മൾ ഇളനീർ ജ്യൂസ് അടിക്കുന്നതിൻ്റെ വേറൊരു ഫോം. പാലൊന്നും ചേർത്തിട്ടില്ല, ഇളനീർ വെള്ളവും കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് അരച്ചെടുത്തതാണ്. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. നന്നായി തണുപ്പിച്ചെടുക്കണം. ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച പാല് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. നന്നായി ചൂടാറിയ ശേഷം ഇളനീർ മിക്സിയിലേക്ക് ചേർത്ത് രണ്ടും ഒന്നിച്ച് നമുക്ക് തണുപ്പിച്ചെടുക്കാം. രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. പാല് നല്ല കളറായി വന്നിട്ടുണ്ട്. എത്രത്തോളം പാല് നമ്മൾക്ക് കുറുക്കിയെടുക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ പാലിൻ്റെ മിക്സും ഇളനീര് അരച്ചു വെച്ചതും നന്നായി യോജിപ്പിച്ചെടുക്കണം. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റിയാണ്. പാലും ഇളനീരും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമ്മൾ പായസം കഴിക്കുമ്പം ചെറുതായി എടുക്കുന്നെങ്കിലും ഒന്ന് കടിക്കാൻ കിട്ടുന്നത് ഒരു ടേസ്റ്റ് അല്ലേ? അപ്പം ഞാനിതിൽ കാഷ്യൂ ഒന്നും ചേർക്കുന്നില്ല. അതിന് പകരമായിട്ട് കുറച്ച് ഇളനീര് കട്ട് ചെയ്തിടുന്നുണ്ട്. ഞാനൊരു ഇളനീർ മാറ്റി വെച്ചിരുന്നു. ഇത് ചെറിയ പീസാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ചെറുതായി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം.
ഇത് നന്നായി തണുപ്പിച്ചിട്ടാണ് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നന്നായി തണുത്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ്. ഞാനൊന്ന് കവർ ചെയ്ത് വെച്ചിരുന്നു. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഈ വിഷു ദിനത്തിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നല്ല ചൂടാണല്ലോ. ഈ സമയത്ത് ഇളനീര് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ പായസം ഉണ്ടാക്കുമ്പോൾ ഇളനീര് വെച്ചിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റുമാണ്. നിങ്ങൾ കണ്ടല്ലോ, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും. എൻ്റെ പായസ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളെ കമൻസൊക്കെ അറിയിക്കണം. നന്മ നിറഞ്ഞ നല്ലൊരു നാളെ വരവേൽക്കുന്ന വിഷുദിനത്തിൽ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ. താങ്ക് യു.